കേരളം നൂത്തിലേക്ക്. മലയാളി ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെട്ടാൽ കേരളം മറ്റൊരു ബംഗാളാകുമെന്നതിൽ സംശയമില്ല. അസത്യവും അനീതിയും സത്യമെന്നും നീതിയെന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യാജതന്ത്രത്തിൽ വീണുപോയാൽ അതൊരു വിഷമവൃത്തമാകുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ഭീകരതയിലും പിന്നോക്കം പോകലിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള സുവർണാവസരമാണ് നമ്മുടെ വിരൽത്തുമ്പിലൂടെ ലഭിച്ചിരിക്കുന്നത്. അഴിമതിയും കൊള്ളയും വികസനവും ജനക്ഷേമവുമെന്ന് വ്യാഖ്യാനിക്കുന്ന കപട പ്രത്യയശാസ്ത്ര ഭരണത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന ചാൻസാണിത്. ജനാധിപത്യവും മതേതരത്വവും തുടരാനും പകൽക്കൊള്ളകൾ തടയാനും ഈ വേള കഴിഞ്ഞില്ലെങ്കിൽ കേരളം വലിയൊരു ഗർത്തത്തിൽ വീഴും. ഉടനെങ്ങും തിരിച്ചുവരവില്ലാത്ത ഭീകരഗർത്തമാകും അത്. പിണറായിക്ക് എന്തു വേഷം കെട്ടിയും മുഖ്യമന്ത്രിയാകണം. അധികാരമില്ലാത്ത കാലം പിണറായിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. കാരണം ഈ കസേരയിൽ അദ്ദേഹം അത്രയങ്ങ് സുഖിച്ചുപോയി. പാർട്ടി ലേബലിൽ കൊള്ളയും വീതം വയ്പുമാണ് നടന്നതെന്ന ആക്ഷേപം എങ്ങും ഉയരുമ്പോൾ നേതാക്കളുടെ സാമ്പത്തിക വളർച്ച കോടീശ്വരന്മാരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. യാതൊരു റിസ്ക്കുമില്ലാതെ പണം കൊയ്യാനുള്ള ബിസിനസ്സായി രാഷ്ട്രീയം കൊഴുത്തതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാനാകും. വമ്പൻ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്നെങ്കിലും അതെല്ലാം എത്രയോ തവണ ആവിയായി. തെളിവില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ജയിലിലായപ്പോഴും കേരളത്തിൽ ഒരിക്കൽ പോലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങിയതേയില്ല. ഇടനിലക്കാർ വഴി കാണേണ്ടവരെ കണ്ട് എല്ലാം പൂട്ടി. കേന്ദ്ര BJP നേതാക്കളുടെ തിണ്ണനിരങ്ങി വിശ്വസ്ത വിധേയനായി ബൊക്കയുമായി പിണറായി എത്രയോ തവണ കൂറു പ്രഖ്യാപിച്ചു. എല്ലാം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയ പോലത്തെ എത്രയോ സംഭവങ്ങളുണ്ടായി. മോദിക്കും അമിത്ഷായ്ക്കും BJP മുഖ്യമന്ത്രിമാരെക്കാൾ പ്രിയങ്കരനായി പിണറായി എങ്ങനെ മാറി? കേരളത്തിലെത്തി പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്നതും സംശയങ്ങൾ ബാക്കിയാക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് ഭരണം പിടിക്കാൻ കഴിയുന്ന രീതിയിൽ അനുകൂലമായിട്ടില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം. 2 സീറ്റിനപ്പുറം BJPക്ക് ലഭിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ മോഡൽ അട്ടിമറിയാകും അത്. CPM BJP രഹസ്യ നീക്കുപോക്കിന് തെളിവാകും ആ വിജയം. പല ഗ്രൂപ്പുകളിൽ ഛിന്നഭിന്നമായ BJPക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് ഡോസാണ്. BJPക്ക് ഇവിടെ വേരുപിടിക്കാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു പാലമാണ് CPMഉം LDF ഭരണവും. ഇത് ഇരു കൂട്ടർക്കും നന്നായി അറിയാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പിഴുതെറിഞ്ഞ CPMന് കച്ചിത്തുരുമ്പാണ് കേരളം. ഇവിടെ കൂടി ഇല്ലാതായാൽ ഈ അവസരവാദ പ്രത്യയശാസ്ത്രത്തിന്റെ കുഴിതോണ്ടലാകും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന് ആരുമായും കൂട്ടുചേർന്ന് എന്ത് നീക്കുപോക്ക് നടത്തിയും 3ാം ഭരണം ഉറപ്പാക്കണം. ഈ ദശാസന്ധിയിലാണ് പിണറായി എന്ന കുടിലതന്ത്രജ്ഞന്റെ സാധ്യതകൾ തെളിയുന്നത്. പിണറായി അധികാരം മോഹിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും സംഘത്തിനും വേണ്ടിയാണെന്ന് പാർട്ടിക്കും അറിയാം. ജനങ്ങൾ ഇത്രമേൽ വെറുത്ത മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എന്നിട്ടും അത് മേക്കപ്പെട്ട് അവതരിപ്പിക്കുകയാണ്. എന്തു വിട്ടുവീഴ്ച ചെയ്താലും ഈ ദുർഘടഘട്ടത്തിൽ ഇതേ വഴിയുള്ളൂവെന്ന് പാർട്ടിയും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സാധ്യതകളുടെ പ്രത്യയശാസ്ത്രമാണ് ജനക്ഷേമവും വികസനവുമായി ക്യാപ്സൂളാക്കി അവതരിപ്പിക്കുന്നത്. 10 വർഷം കൊണ്ട് കേരളത്തിൽ തേനും പാലും ഒഴുക്കിയെന്നാണ് പ്രചാരണക്കാർ പാടി നടക്കുന്നത്. ഇപ്പോൾ അവകാശപ്പെടുന്ന ഭരണ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തട്ടിക്കൂട്ടിയതാണെന്നതിന് രണ്ടാമതൊരു അഭിപ്രായമില്ല. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നതെന്ന CPM അടക്കമുള്ള ഭരണപക്ഷ പാർട്ടികളുടെയും പഠന ഗവേഷണ സ്ഥാപനങ്ങളുടെയും വിലയിരുത്തൽ വ്യക്തമാക്കുന്നു. ഖജനാവ് കൊള്ളയിലൂടെ സൃഷ്ടിക്കുന്ന പരസ്യത്തിന്റെ പ്രളയത്തിൽ വീണ്ടും ഒരു മന്ത്രിസഭയ്ക്ക് ജന്മം കൊടുക്കാൻ ശേഷിയുണ്ടാകുമോ? പിണറായി വിജയന്റെ വ്യർത്ഥ പരസ്യ പ്രളയത്തിന്റെ പേറ്റുനോവിൽ നിന്ന് ഏതാനും ദിവസം കഴിഞ്ഞാൽ ലഭിക്കുന്നത് ചാപിള്ളയായിരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം.